പ്രകൃതിയിലുള്ള വിഷാംശത്തെ ഓടും നാടൻ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർന്ന് കത്തുന്ന ദീപം വലിച്ചെടുക്കും. അതിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ ശരീരോഷ്മാവിലേക്ക് ആ ശുദ്ധി ചെയ്ത എനർജിയെ ആ നല്ല ശരീരോഷ്മാവിലേക്ക് കടത്തിവിടും. ആ പ്രാർത്ഥന കഴിഞ്ഞാൽ അമ്മ അകത്ത് കയറിപ്പോയി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും മക്കളെ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി ആ കുട്ടിയിലേക്ക് പോകും. പക്ഷെ നമ്മൾ പോലും അറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കില്ല നമ്മൾ നടത്തുക. സന്ധ്യാസമയത്ത് ഒരു വീട്ടിലാണോ ദീപം കത്തുക? 10 കോടി ഹിന്ദുക്കളുണ്ടെങ്കിൽ 5 കോടി ഹിന്ദുക്കളുടെ വീട്ടിൽ ദീപം കത്തില്ലേ? മിനിമം 2 ദീപാകുമ്പോൾ ഒരു 4 കോടി ദീപാവില്ലേ? എത്രയോ ക്ഷേത്രങ്ങളിൽ ലക്ഷദീപം നടക്കാറില്ലേ? എന്താണ് ആ സന്ധ്യാസമയത്ത് പ്രകൃതിയിലുള്ള വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുത്ത് പ്രകൃതി ശുദ്ധിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ലക്ഷദീപം, കോടി ദീപം ഇവയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടായത്. നിലവിളക്കിന്റെയും പ്രാധാന്യം അതാണ്. നിലത്തിരുന്ന് വിളങ്ങുന്നത് കൊണ്ടാണ് വിളക്കിന് നിലവിളക്കെന്ന പേര് വന്നത്. ജാലിയൻവാലാബാഗ് പറഞ്ഞ മാതിരി ഒരൊറ്റ തള്ള. നമുക്കറിയാം, എല്ലാ മതത്തിലും കുറേ പ്രാകൃതമായ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ്റെ ബൗദ്ധിക പരിണാമത്തിലെ ആദ്യ ദശകളിലാണ് മതങ്ങളൊക്കെ രൂപം കൊണ്ടത്. അപ്പോൾ അന്നത്തെ മനുഷ്യൻ്റെ അറിവിനനുസരിച്ച് അവരുണ്ടാക്കി വെച്ച കുറേ പ്രാകൃതമായ അന്ധവിശ്വാസങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്, ഒരു മതത്തിലായിട്ടല്ല. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 പ്രകാരം ഏതൊരു മനുഷ്യനും എന്ത് പൊട്ടത്തരത്തിൽ വിശ്വസിക്കാനും എന്ത് അനാചാരത്തിൽ വിശ്വസിക്കാനും ഏത് കാക്രി കൂക്രീനെ കൊണ്ടു നടക്കാനും ഒക്കെയുള്ള അവകാശം നൽകുന്നുണ്ട്, ഭരണഘടന നൽകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടോ അത് ആചരിക്കുന്നതൊന്നും മറ്റുള്ളവർക്ക് ഉപദ്രവമാവാത്തടത്തോളം കാലം നമ്മളാരും അത് എതിർക്കാൻ വരുന്നില്ല. പക്ഷേ സ്വന്തം അനാചാരം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ, ഇങ്ങനത്തെ ഈ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ട് വലിയ പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ നമുക്കത് പ്രതികരിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് നിലവിളക്ക് കത്തിച്ച് വയ്ക്കുന്ന പ്രകൃതിയിലുള്ള വിഷാംശങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുക്കും നിലവിളക്ക് എന്ന് പറഞ്ഞു. ശരിക്കും ഈ നിലവിളക്ക് കത്തിക്കുന്നതും അല്ലെങ്കിൽ ദീപം കത്തിക്കുക, ഇത് കത്തിക്കുന്നതൊക്കെ എല്ലാ പുരാതന സംസ്കാരങ്ങളിലും അഗ്നിയൊക്കെ ദൈവമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏത് ഇറാനിലായാലും സൗരാഷ്ട്ര മതത്തിലായാലും മറ്റ് ഏത് ബാബിലോൺ എവിടെ എടുത്ത് നോക്കിയാലും അഗ്നിക്ക് കുറേ ശക്തി ഉണ്ടെന്ന് കരുതിയിട്ട് അതിന് ഒരു ദൈവികമായ പരിവേഷം നൽകി അഗ്നിയെ ആരാധിക്കുന്ന അഗ്നി ആരാധന എല്ലാ പൗരാണിക സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ആർഷഭാരത സംസ്കാരത്തിലും ഉണ്ടായതാണ് ഈ അഗ്നി ആരാധന. അതിൻ്റെ വിഭിന്ന രൂപങ്ങളായിട്ടാണ് നിലവിളക്ക്, ദീപം, ദീപാവലിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ അന്ധവിശ്വാസത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ നിലവിളക്ക് കത്തിച്ച് വെച്ച അന്തരീക്ഷത്തിലുള്ള വിഷമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും. എന്താണ് ഈ അന്തരീക്ഷം നിറച്ച് വിഷം നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുള്ളത്. അന്തരീക്ഷത്തിൽ വിഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിളക്ക് കത്തിക്കാത്ത സമയത്ത് നമ്മൾ ആ വിഷം ശ്വസിച്ചിട്ട് നമ്മൾ മരിക്കും. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ വിഷാംശം ഉണ്ടാവുക? ഏതെങ്കിലും തരത്തിലുള്ള വിഷവാതകങ്ങളൊക്കെ ചോർച്ച സംഭവിച്ചാലൊക്കെ വിഷാംശം ഉണ്ടായിരിക്കും. ഇപ്പം നമുക്കറിയാം 1984 ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് മീഥൈൽ ഐസോസയനൈറ്റ് എന്ന് പറഞ്ഞ വാതകം ചോർന്നിട്ട് അന്തരീക്ഷത്തിൽ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു. അത് ശ്വസിച്ചിട്ട് ഒരുപാട് ആളുകൾ അപകടം പറ്റുകയും ചെയ്തു. അവിടെ കൊണ്ടുപോയിട്ട് ഇവർ പറഞ്ഞ ഈ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ വിഷാംശമൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ സ്വന്തം